നമസ്കാരം. ചലച്ചിത്ര ആപ്പിന് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. 2024 ഡിസംബർ 31 PSC പുറപ്പെടുവിച്ച വ്യത്യസ്ത നോട്ടിഫിക്കേഷൻസിൽ ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. LDV, അതായത് ഡ്രൈവർ ഗ്രേഡ് ടു LDV, അതുപോലെ തന്നെ ഡ്രൈവർ ഗ്രേഡ് ടു HDV, ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസും ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസും കൈകാര്യം ചെയ്യുന്ന ഡ്രൈവേഴ്സിന്റെ രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. 2025 ഒട്ടനവധി ഡ്രൈവർ പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ പരീക്ഷയെ കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡ്രൈവർ തുടങ്ങിയ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അക്കൂട്ടത്തിൽപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിരുന്നത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. 31 വരെ 29 വരെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽസോട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമുക്ക് അതേ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആരെങ്കിലും നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡൗൺലോഡ് ഓർ മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്ട് ചെയ്യും. ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് നേരിട്ട് ആ ലിങ്കിലോട്ടാണ് വരുന്നത്. അവിടെ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലച്ചിത്ര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത യൂസേഴ്സും ഇത്തരത്തിൽ പ്ലേ സ്റ്റോറിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ചലച്ചിത്ര ആപ്പിൽ എല്ലാ തരത്തിലുള്ള ഡ്രൈവിംഗ് കോഴ്സുകളും ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ആപ്പിന്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത്, ആപ്പിന്റെ ഹോം പേജിൽ ഏറ്റവും താഴ്ഭാഗത്ത് കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ കോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ടാബ് ലഭിക്കുന്നതായിരിക്കും. അവിടെ ഒരുപാട് കോഴ്സുകൾ കൊടുത്തിട്ടുണ്ടാകും. അവിടെ ഡ്രൈവർ എന്ന് പറയുന്ന ടൈറ്റിന് താഴെ ആയിക്കൊണ്ട് ഡ്രൈവർ വേരിയസ്, അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, ഫോറസ്റ്റ് ഡ്രൈവർ തുടങ്ങിയ എല്ലാ കോഴ്സുകളും ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സുകൾ ക്ലിക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് നോക്കാം. 621/2024 കാറ്റഗറി നമ്പർ 31/12/2024 നോട്ടിഫിക്കേഷൻ വന്നത്. 29 ജനുവരിയുടെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. വേരിയസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് വിവിധ വകുപ്പുകളിലോട്ടുള്ള ഡ്രൈവറുടെ പോസ്റ്റാണ്. പക്ഷേ അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സെപ്റ്റ് NCC, ടൂറിസം, എക്സൈസ്, പോലീസ്, SWD. അപ്പോൾ NCC, ടൂറിസം, എക്സൈസ് വകുപ്പുകളിലോട്ട്, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ വകുപ്പ് അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പ്, SWD, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്പോർട്ട് വകുപ്പ്, ഇത്രയും വകുപ്പുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലോട്ടുമുള്ള ഡ്രൈവർ ഗ്രേഡ് ടു LDV, ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾസും ഡ്രൈവർ കം LDV ഈ തസ്തികയിലോട്ടാണ് നമുക്ക് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 25,100 തൊട്ട് 57,900 വരെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആണ്. 14 ജില്ലകളും കൊടുത്തിട്ടുണ്ട്. ആന്റിസിപ്പേറ്ററി വാക്കൻസീസ് ആണ്. അത്യാവശ്യം വാക്കൻസികൾ ഇതിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. സാധാരണ PSC പരീക്ഷകൾക്ക് 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. ഇതിന് 18 തൊട്ട് 39 വയസ്സ് വരെയുള്ള അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1985 ആൻഡ് 1/1/2006, 1/1/2006 ഇടയിൽ ജനിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതിനു പുറമെ OBC-കാർക്കും SC/ST-കാർക്കും നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷന് എലിജിബിൾ ആണെന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ഇതിന്റെ LDVയുടെ ക്വാളിഫിക്കേഷൻ നോക്കിയും എ പാസ് ഇൻ സ്റ്റാൻഡേർഡ് 7 അല്ലെങ്കിൽ 3rd ഫോറം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3ാം ഫോറം പാസ്സാവുകയോ അല്ലെങ്കിൽ 7ാം ക്ലാസ് പാസ്സായതോ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള കണ്ടീഷൻ കൊടുത്തില്ല. രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് മസ്റ്റ് പൊസസ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഓഫ് 3 years സ്റ്റാൻഡിംഗ് ടു ഡ്രൈവ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്. മിനിമം എക്സ്പയർ ആവാൻ 3 വർഷം ബാക്കിയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആണെങ്കിൽ പ്രൊഫഷ്യൻസി ഇൻ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് വിച്ച് ഈസ് ടു ബി പ്രൂവ്ഡ് ബൈ എ പ്രാക്ടിക്കൽ ടെസ്റ്റ്. അത് ഇൻക്ലൂഡിംഗ് H ടെസ്റ്റും ഉണ്ട്, റോഡ് ടെസ്റ്റും ഉണ്ട്, കണ്ടക്ടഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് സെലക്ഷൻ. ഓൺലി ദോസ് ഹു ഹാവ് പാസ്ഡ് H ടെസ്റ്റ് ആർ എലിജിബിൾ ഫോർ ദി റോഡ് ടെസ്റ്റ്. അപ്പോൾ ആദ്യം H ടെസ്റ്റ് ഉണ്ടാവും. H ടെസ്റ്റ് പാസ്സായ ആളുകൾക്ക് റോഡ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 7ാം ക്ലാസ് പാസ്സായ അല്ലെങ്കിൽ 3rd ഫോറം 3ാം ഫോറം പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഉള്ള അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് LDV ലൈസൻസ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാനുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ സെലക്ഷന്റെ ഭാഗമായിട്ട് H ടെസ്റ്റ് ഉണ്ടാവും, റോഡ് ടെസ്റ്റ് ഉണ്ടാവും. ഇതിൽ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കൊടുത്തിട്ടില്ല ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഇതിന്റെ ഭാഗമായി കൊടുത്തിട്ടില്ല. സാധാരണ LGS പോലത്തെ തസ്തികൾക്ക് കൊടുക്കാറുണ്ടല്ലേ, അതായത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ അത്തരത്തിലൊരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ് പാസ്സായ അതിനേക്കാളും ഉയർന്ന യോഗ്യതയുള്ള 10ാം ക്ലാസ്സോ ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള വാക്കൻസികൾ ആയതുകൊണ്ട് തന്നെ, നിയമനമായതുകൊണ്ട് തന്നെ നിങ്ങളെ സ്വന്തം ജില്ലയിൽ അപേക്ഷിക്കാൻ സാധിക്കും. അത്യാവശ്യം വാക്കൻസികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദി ഡ്രൈവേഴ്സ് ബാഡ്ജ് ഹാസ് ബീൻ
എക്സംപ്റ്റഡ് ഫോർ ഡ്രൈവിംഗ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഫ്രം 12/10/2012. അപ്പോൾ 2012 ഒക്ടോബർ 12 തൊട്ടും ബാഡ്ജിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻസിന്റെ ഭാഗമായിട്ടും ബാഡ്ജ് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിനെ കുറച്ച് മെഡിക്കൽ ഫിറ്റ്നസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേൾവി ശക്തി, അതുപോലെ തന്നെ കാഴ്ചശക്തി പരിശോധിക്കാനാണ്. അത് ഹിയറിംഗ് ഷുഡ് ബി പെർഫെക്റ്റ്. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയുടെയും ആ ഒരു വിഷൻ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സാധാരണഗതിയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ ഉദ്യോഗാർത്ഥികളും, താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും, വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഒക്കെ അപേക്ഷിക്കാം. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, എന്ന് പറയുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ 10 ഡിപ്പാർട്ട്മെന്റ് ഒഴികെ ബാക്കി എല്ലാത്തിനോടും നിങ്ങൾക്ക് അവസരമുണ്ട്. അതേപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊന്നാണ് HDV എന്ന് പറയുന്നത്, വേരിയസ് എക്സെപ്റ്റ് NCC, ടൂറിസം, എക്സൈസ്, പോലീസ്, SWD ആൻഡ് ട്രാൻസ്പോർട്ട്. നേരത്തെ പറഞ്ഞ അതേ ഡിപ്പാർട്ട്മെന്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലോട്ടുമുള്ള ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് ഓടിക്കാനുള്ള ലൈസൻസുള്ള ഡ്രൈവർ പോസ്റ്റ് ആണ്. അതിന്റെ കരിയർ നമ്പർ എന്ന് പറയുന്നത് 623/2024 ആണ്. 621 ആണെങ്കിൽ LDV ആണ്, 623 HDV ആണ്. ഇതിനിടയിൽ 622 ഉണ്ട്, അത് ബൈ ട്രാൻസ്ഫർ ആണ്. 624 HDVയുടെ ബൈ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇത് ആ രീതിയിൽ അപേക്ഷിക്കാൻ പറ്റും. ഇതിന്റെയും ഒരു ഇതെന്ന് പറയുന്നത് സാലറി സ്കെയിൽ LDVയുടേത് 25,100 ആയിരുന്നു. അതേപോലെ തന്നെ HDVയുടെയും 25,100 കൊടുത്തിരിക്കുന്നത്. അതും 14 ജില്ലകളിലോട്ടുള്ള വാക്കൻസി തന്നെയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷനിലോ ഏജ് ലിമിറ്റിലോ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, 18 തൊട്ട് 39 വയസ്സ് വരെ തന്നെയാണ്. ഓക്കെ, ക്വാളിഫിക്കേഷനും അതേപോലെ നിങ്ങൾ കൊടുത്തിരുന്ന യാതൊരു മാറ്റവും കൊടുത്തിട്ടില്ല. 7ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ 3rd ഫോറം പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ആണെങ്കിൽ ഇതിന്റെ മറ്റൊരു കാര്യം കൊടുത്തിരിക്കുന്നത്, must possess valid driving license of 3 years standing to drive medium heavy goods passenger motor vehicles with driver's badge. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് LDV, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാനുള്ള ലൈസൻസ് മതിയായിരുന്നു. പക്ഷെ ഇവിടെ മീഡിയം ഹെവി ഗൂഡ്സ് ആൻഡ് പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ്, ഗൂഡ്സ് അല്ലെങ്കിൽ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണെങ്കിൽ പ്രൊഫഷൻസി ഇൻ ഡ്രൈവിംഗ് മീഡിയം ഹെവി ഗൂഡ്സ് ഓർ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ് വിച്ച് ഈസ് ടു ബി പ്രൂവ്ഡ് ബൈ എ പ്രാക്ടിക്കൽ ടെസ്റ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം T ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ റോഡ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓൺലി ദോസ് ഹു ഹാവ് പാസ് T ടെസ്റ്റ് ആർ എലിജിബിൾ ഫോർ ദി റോഡ് ടെസ്റ്റ്. നേരത്തെ H ടെസ്റ്റ് ആയിരുന്നു, H പാസ്സാവുന്നവർക്ക് റോഡ് ടെസ്റ്റ് ആണ്. HDVയിലോട്ട് വരുമ്പോൾ T ടെസ്റ്റ് ആണ്, T ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് റോഡ് ടെസ്റ്റ് ഉണ്ടാവും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി അക്കാഡമിക് ക്വാളിഫിക്കേഷനിലും ഏജ് ലിമിറ്റിലൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ LDV എന്ന് പറയുന്ന തസ്തികയ്ക്ക് അപേക്ഷിക്കാം. ഹെവി മോട്ടോർ വെഹിക്കിൾസ് ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ, ബാഡ്ജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും HDVക്കും അതുപോലെ തന്നെ LDVക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡ്രൈവർ എന്ന് പറയുന്ന, അതായത് ഈ ഡ്രൈവർ എന്ന് പറയുന്ന ടൈറ്റിലിന് കീഴെയുള്ള ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ സിലബസ് ഓൾറെഡി PSC പുറത്തിറക്കിയതാണ്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് 15-ാം തീയതിക്കുള്ളിൽ നമുക്ക് അറിയാവുന്നതാണ്. പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, അതുപോലെ തന്നെയാണെങ്കിൽ ഫോറസ്റ്റ് ഡ്രൈവർ, ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് മുമ്പ് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട യൂണിഫോം തസ്തികകളുടെ ഡ്രൈവർ എന്ന് പറയുന്നത്. അതിന് പുറമെ വേരിയസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഈ 2 നോട്ടിഫിക്കേഷൻസിനെ സിലബസുകളിൽ ഡ്രൈവർ എന്ന് പറയുന്ന കോഴ്സ് എടുത്തിട്ടാണ് പഠിക്കേണ്ടത്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.